കഴിഞ്ഞ ദിവസം പ്രകാശ് മാഷുമായിട്ട് ചർച്ച തുടങ്ങുമ്പോൾ സ്വാഭാവികം നമ്മുടെ ഒരു ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോ കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇൻട്രോ എന്ന് പറയുന്നത് കുറച്ച് നിശ്ചിതമായ ഭാഷയിലുള്ളതാണ്. അപ്പോൾ ഇൻട്രോ കഴിയുമ്പോഴേക്കും പ്രകാശ് മാഷ് അങ്ങ് വളരെ വൈകാരികമാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുള്ളി വിഷമമിപ്പിക്കുന്നു എന്നൊക്കെ സാധാരണയിൽ പ്രകാശ് മാഷുടെ ഒരു രീതിക്കല്ലാതെ ഒരു പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ വ്യക്തിപരമായിട്ട് പുള്ളി പറയുന്നുണ്ട്, എന്താണ് BJP-യിലേക്ക് പോകണം, കോൺഗ്രസ്സിലേക്ക് പോകണം, മാധ്യമപ്രവർത്തകൻ്റെ പണി ഇതല്ല, നാക്ക് ചെരുപ്പല്ല എന്നൊക്കെ സാധാരണ പ്രകാശ് മാഷ് അങ്ങനെ സംസാരിക്കുന്നേ ആളില്ല. എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. ഇൻട്രോ കുറച്ച് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻസ് ആവുമ്പോൾ സ്വാഭാവികം അങ്ങനെ പ്രതിഷേധിക്കും. രണ്ടാളുകൾ, ഒരാൾ ചെരുപ്പ് കൊണ്ടും ഒരാൾ കറുത്ത തുണി കൊണ്ടും വാങ്ങിയാൽ കരിങ്കോട് പ്രകടനമാവും. എന്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത്? ആത്മഹത്യാ സ്ക്വാഡ് എന്ന് പറഞ്ഞ ആരാണ്? ചാവേർ സ്ക്വാഡ് എന്ന് പറഞ്ഞ ആരാണ്? സാറേ ആകെ 1-2 പേരാണെങ്കിൽ എന്തിനാണ് ആത്മഹത്യാ സ്ക്വാഡ്? എന്തിനാണ് ചാവേർ സ്ക്വാഡ്? എന്തിനാണ് കനകോലുവിന്റെ ഐഡിയ 1-2 പേർക്കാണെങ്കിൽ? സാർ ഇബ്രാഹിമിന്റെ അപ്പൂപ്പന്റെ പേരാണ് ഹാഷ്മി എന്നാണ് പേര്. ഹാഷ്മി താജ് ഇബ്രാഹിം. ഒരു കരിങ്കോട് പ്രകടനത്തിൽ പങ്കെടുത്തില്ലല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഒരു കരിങ്കൊടി പരിപാടിയിൽ പങ്കെടുത്തില്ലല്ലോ? ഉണ്ട് സാർ, നിരവധി കരിങ്കൊടി പരിപാടിയിൽ പങ്കെടുത്ത സാർ. കരിങ്കൊടി പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് സാർ ഞാൻ. സാർ കരിങ്കൊടി പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് സാർ. അന്ന് പിടിച്ചത് SFIയുടെ കൊടിയാണ് സാർ. ഞാൻ പറയട്ടെ, നിങ്ങളാണ് പറയുന്നത് ഇപ്പൊ അത് അധമ പണിയാണ്. ഒരുപാട് വിഷം ചീറ്റി സാർ, അത് അധമ സമരമാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പോഴാണ് പറയുന്നത്. പണ്ട് ഞാനടക്കം SFIക്കാർ കരിങ്കൊടി പിടിച്ചിട്ടുണ്ട്. പ്രകാശൻ ആയിക്കോട്ടെന്ന് ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ സമരം എന്തോ അധമ സമരമാവുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചാനലിന് ഗവൺമെന്റ് വിമർശിക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിന് വേറെ പരിപാടി നടത്തണം. ഇബ്രാഹിമിനെ പ്രത്യേകമായിട്ട് ചാനലിൽ പറയണമെങ്കിൽ ഈ LDF പറയണമെങ്കിൽ പൊതുയോഗം നടത്തണം. അല്ലാതെ 24-ന് ചർച്ചയിൽ വന്നിട്ട് അതാകെ വിഷം ചീറ്റുന്ന പോലെ പറയാലോ. എടുത്ത് ഒരു ഘട്ടത്തിൽ പ്രകാശ് മാഷ് ചോദിച്ചു, ഞാൻ കരിങ്കൊടി പിടിച്ചിട്ടുണ്ടോ? ഹാഷ്മി പിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇബ്രാഹിം പിടിച്ചിട്ടുണ്ടോ കരിങ്കൊടി? അപ്പോൾ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി കാലയളവിൽ അതിന് മുമ്പ് അതിനുശേഷമുള്ള PG കാലയളവിലൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ വളരെ സജീവമായി, അതിന് നേതൃനിരയിലൊക്കെ വളരെ സജീവമായി, അതിൻ്റെ സംരംഭങ്ങളൊക്കെ സജീവമായി പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അപ്പോൾ കുറച്ച് വൈകാരികമാവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ശരിയായ കോസിന് വേണ്ടി ഒരു ഉദാത്തമായ സമരമാർഗ്ഗമാണ്, നേരിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അധർമ്മത്തിന് എതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന കരിങ്കൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ. അങ്ങനെ പറഞ്ഞു കേട്ട് അത് പ്രാവർത്തികമാക്കി വന്നൊരാൾ എന്നുള്ള നിലയ്ക്ക് കരിങ്കൊടി എന്ന് പറയുന്നത് ആത്മഹത്യാ സ്ക്വാഡാണ്, ചാവേറാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമാണ് ആ വൈകാരികത. അപ്പോൾ പ്രകാശ് മാഷ് ചോദിക്കുന്നു, കരിങ്കൊടി പിടിച്ചിട്ടുണ്ടോ എന്നൊരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ചോദിക്കുമ്പോൾ ഉണ്ട്, ഞാൻ കരിങ്കൊടി പിടിച്ചിട്ടുണ്ട് മാഷെ എന്ന് പറയൽ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതാരും കുറ്റം പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രോ ഇപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിൽ നമ്മൾ ഇൻട്രോ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ച് തീവ്രമായും ഹാർട്ട് ഹിറ്റിംഗ് ആകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം. ആ ഹാർട്ട് ഹിറ്റിംഗ് ആകുമ്പം അത് ബാധിക്കുന്ന, അല്ലെങ്കിൽ ആരാണോ വിമർശന ശരവ്യമാവുന്നത് അവരതിനെക്കുറിച്ച് വൈകാരികമാകാറുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ചെയ്യാറ് ഇൻട്രോ കഴിഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ CPM ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, BJP ഉണ്ടാവും. CPM അല്ലെങ്കിൽ സർക്കാരിനെതിരെയാണ് ഇൻട്രോ എങ്കിൽ CPM പ്രതിനിധിയിലേക്ക് തന്നെ ആദ്യം അങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രോയ്ക്ക് മറുപടി പറയാനും അതിലൊരു ദേഷ്യമുണ്ടെങ്കിൽ ആ ആങ്കർ വെൻറ്റ് ചെയ്ത് കളയാനും, എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം ഒഴുക്കി കളയാനുമുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഉദ്ദേശം. അതുപോലെ തന്നെ ആദ്യം അതിലേക്ക് പോയി നമ്മൾ വിചാരിച്ചതുപോലെ പ്രകാശ് മാഷ് അതിൻ്റെ ദേഷ്യം ഒഴുക്കി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുടനീളം ഒരു വാക്തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പ്രകാശ് മാഷ് ഈ പറയുന്നത് പോലെ കോൺഗ്രസിനും BJP-യിലൊക്കെ ചേർന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തന ജോലി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലൊരു ലാവണം തേടുന്ന പണി ശരിയായ പണിയല്ല എന്ന് വ്യക്തിപരമായി കരുതുന്ന ആളാണ് ഞാൻ. ഈ ജോലിയെ ഇഷ്ടപ്പെടുന്ന, ഈ ജോലി 100% സത്യസന്ധമായി ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രകാശ് മാഷോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോയ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ക്ഷേമ പെൻഷൻ നടപ്പാക്കിയപ്പോൾ, കോവിഡ് സമയത്ത് ജനത്തെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇൻട്രോ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM അവരുടെ പ്രചരണ വാഹനത്തിൽ ആ ടെക്സ്റ്റ് അതേപോലെ എടുത്ത് ഉപയോഗിച്ചു എന്നൊക്കെ ഞാൻ മാഷോട് പറയുന്നുണ്ട്. മാഷ് ആ സമയത്ത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പ്രശ്നം, ഇത് വന്നിരിക്കുന്ന CPM പ്രതിനിധി വ്യക്തിപരമായി പുള്ളി വൈകാരികമായി പ്രതികരിക്കുന്നതിൽ മാത്രമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും വിമർശനം കേട്ടിട്ട് നിങ്ങളെന്തുകൊണ്ട് അതിൽ പ്രതികരിച്ചില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഈ കാലത്തുണ്ടാകും. കാര്യം ഇത് ഒരു സംഘടന, ഇപ്പം നേരത്തെ CPM മാത്രമല്ല, ഇപ്പോൾ CPM മാത്രമല്ല, BJP-യും കോൺഗ്രസും ഒക്കെ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ ഒരു ഗസ്റ്റ് കോർഡിനേറ്റർ വിടുന്നതാണല്ലോ. അപ്പോൾ അവരോട് ചോദിക്കും, അവരോട് ഈ പ്രശ്നങ്ങളൊക്കെ ചോദിക്കും, എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന ചോദ്യം ഒഴിവാക്കാൻ കൂടി ആവണം ഒരു പക്ഷേ ഇങ്ങനെയുണ്ട്. ഇതിന് തലേ ദിവസം തൊട്ട് മുമ്പ് അന്ന് വിഷയം ഗവർണറാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അംഗീകരിക്കാൻ, പ്രതിപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത, സർക്കാരിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അന്ന് സ്വാഭാവികമായും ഗവർണറുടെ ആ നീക്കത്തെ വിമർശിക്കുന്നതായിരുന്നു ഇൻട്രോ. ആ ഇൻട്രോ കഴിയുന്നു, സന്ദീപ് വാര്യരിലേക്ക് പോകുന്നു. സന്ദീപ് വാര്യർ ഇതുപോലെ തന്നെ അതേ ഫോർമാറ്റിൽ അമാന്യമായ എന്ന് പറഞ്ഞാൽ ഒരു അമാന്യമായ പദപ്രയോഗത്തില്ല. അങ്ങേയറ്റം അപഹാസ്യകരം അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു അവതാരകൻ എന്ന നിലയ്ക്കുണ്ടായത് എന്ന് ഞാൻ സൂചിപ്പിക്കാതെ വയ്യ.
അത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് അതൊരു ഭരണഘടനാ പദവിയാണ്. എതിർപ്പുകൾ ഉണ്ടാവാം, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് വിരോധമുണ്ടാകാം എന്ന് കരുതി പ്രയോഗിക്കുന്ന ഭാഷയ്ക്കും ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾക്കൊക്കെ ഒരു മാന്യത പ്രത്യേകിച്ച് ആവശ്യമുണ്ട്. അത് വേണ്ടതില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അത്തരത്തിലുള്ള അമാന്യമായൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, വളരെ അമാന്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെ അമാന്യമായിട്ട് മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയാണ്. മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന തോതിൽ ഗവർണറെ വിമർശിക്കാൻ പൗരന് അവകാശമുണ്ട് സന്ദീപ്. അതിന് നിയമവശങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. അമാന്യമേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അൺപാർലമെന്ററി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ല അഷ്മി, അങ്ങയുടെ പ്രയോഗങ്ങൾ അമാന്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അപേക്ഷിക്കണം. അങ്ങക്ക് അങ്ങനെ തോന്നാം, കേട്ടിരിക്കുന്ന എനിക്ക് തോന്നാം അങ്ങ് സംസാരിച്ചത് മോശമായി പോയി, അശ്ലീലകരമാണ്. ഒരു ഗവർണറെ കുറിച്ച് അത് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. പക്ഷേ ഗവർണറെ പറ്റി അശ്ലീലമായി എന്താണ് പറഞ്ഞത്? എന്തിനാണ് ഇത്ര അസഹിഷ്ണുത പാലിക്കുന്നത്? അല്ല, താങ്കൾ വെറുതെ പറയല്ലേ. ഗവർണറെ പറ്റി പറഞ്ഞ അശ്ലീലം ഒരു വാക്ക് പറയാവോ? അല്ല, വെറുതെ അല്ല. താങ്കൾ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഹാർഡ് ഹിറ്റിംഗ് വാക്കുകൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയുടെ മറുപടി പറയാൻ നിർബന്ധിതമാവുകയും നമ്മൾ ഏത് രീതിയിലാണോ ആ വാക്കുകൾ രൂക്ഷമായി ഉപയോഗിച്ചത് അതേ രൂക്ഷതയോടുകൂടി മറുപടി പറയേണ്ടത് അവരുടെ ഒരു നിർബന്ധിതാവസ്ഥയാണ്. അതിനെ ഞാൻ അത്രേ കാണുന്നുള്ളൂ. ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഇപ്പം നമ്മൾക്കത് പറയാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതുപോലെ നമ്മൾ അത് ബാധിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിക്ക് അതിനെതിരെ ഏത് ലെവലിൽ പറയാനും എന്ന് പറഞ്ഞാൽ തെറി വിളിക്കുക എന്നുള്ളതല്ല, ഏത് ലെവലിൽ പറയാനും അവകാശം. ഇപ്പം നേരത്തെ പണ്ടൊക്കെ എസ് സുരേഷൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ അതിഭീകരമായി വായ്പൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആ സമയത്ത് കേട്ടോണ്ടിരിക്കും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദേഷ്യം അവിടെ തീരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രോ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ തുടർന്നുണ്ടായ അദ്ദേഹത്തിന് പറയാനുള്ളത് മൊത്തം പറഞ്ഞ് തീർന്നിട്ടേ ഞാൻ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടും, പിന്നെ വാക്തർക്കമാവുകയും ചെയ്യും. ഇതേപോലെ ഒരു തവണ എസ് സുരേഷ് ചർച്ചയ്ക്ക് വന്നിരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് നോട്ട് നിരോധനത്തിൻ്റെ ഒരു വാർഷികമാണ്. അപ്പോൾ നോട്ട് നിരോധനം കൊണ്ട് കാര്യമായ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടില്ല. നിരോധിച്ച നോട്ടുകൾ ബഹുഭൂരിപക്ഷം തിരിച്ചു. ഡിമോണിറ്റൈസേഷൻ്റെ എല്ലാവരും ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇൻട്രോ ഉണ്ടാകുന്നു. അത് ശരിയായ തീരുമാനമായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു ഇൻട്രോയിൽ പറഞ്ഞു വെച്ചത്. എന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനം എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ച ഫലമൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് എന്ന വസ്തുതയാണ്. ആ വസ്തുത നമ്മൾ പറയുകയായിരുന്നു. അതിനുശേഷം സുരേഷ് ഈ പറയുന്ന പോലെ പാകിസ്ഥാനോ എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ അന്ന് പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടപെടുന്നുണ്ട്, കടുത്ത ഭാഷയിൽ അതിനോട് വിയോജിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് വ്യാജമാണ് എന്നടക്കം പറയുന്നുണ്ടെന്നും ഒരു വലിയ ടഗ് ഓഫ് വാർ അവിടെ ഉണ്ടാകുന്നു. ആ സമയം കഴിയുന്നു. അതിനുശേഷം കഴിയുമ്പോഴത്തേക്ക് അന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ഉണ്ട് ചർച്ചയിൽ. മേരി ടീച്ചർ പറഞ്ഞ ഡിമോണിറ്റൈസേഷൻ മണ്ടത്തരമാണ് എന്നൊക്കെ പറയുകയാണ്. മേരി ടീച്ചറും പറയുമ്പോൾ ഒരു മയവില്ല പറഞ്ഞു കളയുമല്ലോ. അപ്പോൾ GDP കുറിച്ച് ചർച്ച വന്നപ്പോഴത്തേക്ക് ഇന്ത്യയുടെ GDP കുറിച്ചുള്ള അവകാശവാദങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 സ്ഥാനം നിൽക്കുന്ന ആദ്യ 2 സ്ഥാനങ്ങളിലൊക്കെ പറയുന്നവരുമായി ഒരുപാട് താഴെയാണെന്നൊക്കെ ഇങ്ങനെ മേരി ടീച്ചർ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ സുരേഷ് പറഞ്ഞു അന്ന് ടീച്ചർ അന്ന് ശ്രീമതി മേരി ജോർജ് ഈ പറയുന്ന പോലെ നോട്ട് നിരോധനത്തെ അനുകൂലിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മേരി ടീച്ചർ അപ്പോൾ സുരേഷ് ഇടപെടും മേരി ടീച്ചർ അസ്വസ്ഥയാവുന്നുണ്ട്. ആദ്യം മേരി ടീച്ചർ പറയുന്നു ഇയാൾക്ക് വട്ട എന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ സുരേഷ് വീണ്ടും ഇടപെടുകയാണ്. ടീച്ചർ ഇരട്ടത്താപ്പാണ് എന്നൊക്കെ പറഞ്ഞു അവിടെ വീണ്ടും ഇടപെടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മേരി ടീച്ചർ സഹി കേട്ടിട്ട് അയാളോട് എഴുതിട്ട് പോകാൻ പറ ഹാഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ചൂടാവും. എനിക്കാണ് ചിരിയും വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോലെ അല്ല ശ്രീ സുരേഷ് നടങ്ങ് പ്ലീസ് ഒന്നടങ്ങ് 5 മിനിറ്റ്. മണ്ടത്തരം വിളിച്ചു പറയാതെ എഴുന്നേറ്റ് പോടോ അവിടുന്ന്. അതായത് ഹാഷ്മി, അമേരിക്കയുടെ GDP ഇപ്പോ $28 ട്രില്യൺ. ചൈനയുടെ അമേരിക്കയുടെ പോപ്പുലേഷൻ 34 കോടി. ചൈനയുടെ GDP 17.8 ട്രില്യൺ ആണ് ഇപ്പോൾ ചൈനയുടെ GDP. അവരുടെ പോപ്പുലേഷൻ 142 കോടി. ഇന്ത്യയുടെ GDP 3.6 ട്രില്യൺ ആണ് ഇപ്പോൾ. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒന്നാമത്തെ പോപ്പുലേഷൻ 142 കോടി 86 ലക്ഷം. അതുവരെ ദേഷ്യപ്പെട്ടിരുന്ന ആ മൂഡ് എസ് സുരേഷും ചിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരി വന്നിട്ട് നിവൃത്തിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് വന്നൊരു ഗസ്റ്റിനോട് എഴുന്നേറ്റ് പോകാൻ പറ്റുന്ന കാശ്മീർ മേരി ടീച്ചറെ പോലെ ഒരാൾ പറയുകയാണ്. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ആ ഗസ്റ്റിന് അതൊരു ഈഗോ ഹർട്ടും അധിക്ഷേപമായി തോന്നാനും പാടില്ല. എനിക്കൊട്ട് ചിരി അടക്കാനും പറ്റുന്നില്ല. ഞാനിതിന് ഇങ്ങനെ വാ പൊത്തിപ്പിടിച്ചത് കടകടകടോന്ന് ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ അനുഭവം. പിന്നെ PR ശിവശങ്കറായിട്ട് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനുമായിട്ട് അങ്ങനെ ഈ തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചർച്ചയിൽ
ഇൻട്രോ എന്ന് പറഞ്ഞാൽ ബേസിക് തർക്കങ്ങൾ ഉണ്ടാകുന്ന ഇൻട്രോയിൽ തുടർന്ന് പിന്നെ അതിനുശേഷം ചർച്ചയുടെ എന്താണ് ഏതെങ്കിലും തരം തെറ്റിദ്ധരിപ്പിക്കുന്നതോ വസ്തുതാവിരുദ്ധമായതോ ഒക്കെ പറയുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ആ തർക്കങ്ങൾ അങ്ങനെ ഒരു തർക്കത്തിനൊടുവിൽ BJPയുടെ മുതിർന്ന നേതാവ് O രാജഗോപാൽ എൻ്റെ ചർച്ചയിൽ എഴുന്നേറ്റ് പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എഴുന്നേറ്റ് പോയി. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതിർന്ന നേതാവാണ്. അപ്പോൾ നമ്മൾ പടക്കങ്ങൾ വെച്ച് വെക്കാൻ പാടില്ല. അത് വെച്ച് ഞാൻ ചർച്ച കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ വഴുതക്കാട് ഫ്ലാറ്റിൽ പോയി. അന്ന് അപ്പോൾ തിരുവനന്തപുരത്താണ്. ഫ്ലാറ്റിൽ പോയി അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം അവരൊക്കെ കഴിച്ചു, പ്രശ്നമില്ല, മടങ്ങി വന്നു. പിന്നെ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ആവട്ടെ, എസ് സുരേഷ് ആവട്ടെ, അല്ലെങ്കിൽ B ഗോപാലകൃഷ്ണൻ ആവട്ടെ, ഇതിൽ SK സജീഷ് ഒരു തവണ നമ്മുടെ ചർച്ച വന്നിരുന്ന് എന്തോ മൃഷ്ടാന്നം എന്നെന്തോ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തോ മുതലാളിമാരുടെ പൈസ മേടിച്ച് ഞങ്ങളെ പറയാൻ വരരുത് എന്നെന്തോ അർത്ഥത്തിൽ പറഞ്ഞാണ്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും. എന്ന് പറഞ്ഞാൽ എന്താ മാസപ്പടി സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ജോലിക്ക് ഈ പറയുന്ന കോടികൾ തരാൻ എനിക്ക് ആരുമില്ല, ഞാൻ ചെയ്ത ജോലിക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴും നമ്മൾ ഇമോഷണൽ ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഞാൻ SK സജീഷിനോട് പറയുന്നുണ്ട്, എൻ്റെ അക്കൗണ്ട് നിങ്ങൾ നോക്കൂ. എൻ്റെ സ്ഥാപനം തരുന്ന ശമ്പളം അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ആവശ്യത്തിന് കടം പിടിക്കുന്ന പൈസ അല്ലാതെ നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പർ നോക്കൂ, ഒരൊറ്റ പൈസ ഉണ്ടെങ്കിൽ പണി നിർത്തി പോകാം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരമാണ്. അതങ്ങനെ പറഞ്ഞു. അന്ന് SK സജീഷോട്ട് ഇതുപോലെ ഭയങ്കര അടിയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ SK സജീഷ് ആവട്ടെ, ഈ പറയുന്ന തർക്കം ഉണ്ടായ ആരും ആവട്ടെ, ഞാൻ അവരുമായിട്ടൊക്കെ വളരെ അടുപ്പത്തിൽ സൗഹൃദമെന്ന് സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൗഹൃദമെന്ന് സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇത് കഴിയുമ്പം അവരൊക്കെ ഇപ്പോൾ ഒരു തർക്കം, ഒരു പരിധി വിട്ട തർക്കമാണെങ്കിൽ, ചിലപ്പോൾ വ്യക്തിപരമായിട്ടൊക്കെ രീതിയിൽ പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് പക്ഷേ ഈ അതിഥിക്ക് ഒരു മനോവേദന ഉണ്ടാക്കിയെന്ന് തോന്നുകയാണെങ്കിൽ അത് കഴിഞ്ഞ് വിളിക്കും, ആ സൗഹൃദം നിലനിർത്തും. എന്താണ് ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ ഗസ്റ്റുകളും ചർച്ച കഴിയുന്നതോടുകൂടി അതങ്ങ് വിടും. ഈ ചർച്ച കഴിയുമ്പോഴേക്കും അത് മനസ്സിൽ നിന്ന് SK സജീഷൊക്കെ അങ്ങനെയാണ്. അദ്ദേഹം വ്യക്തിപരമായി ചർച്ചയ്ക്ക് ആ തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വ്യക്തിപരമായി വളരെ വളരെ രസമുള്ള, വളരെ മാന്യനായ, വളരെ ശാന്തനായ ഒരു പാവം മനുഷ്യനാണ് SK സജീഷ് യഥാർത്ഥത്തിൽ. അപ്പോൾ അവരോടൊക്കെ ആ സൗഹൃദം ഇപ്പോൾ ചർച്ച ഇപ്പോൾ ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിയായിട്ടല്ല, അവിടെ വന്നിരിക്കുന്ന സജീഷ് ആവട്ടെ, B ഗോപാലകൃഷ്ണൻ ആവട്ടെ, എസ് സുരേഷ് ആവട്ടെ, ഇവരൊന്നും ഹാഷ്മിയുടെ സൗഹൃദമുള്ള വ്യക്തികളായി കാണുന്നില്ല. ഹാഷ്മി ഒരു വിഷയം അവതരിപ്പിക്കുന്ന അവതാരകനാണ്. ഇവരൊക്കെ അതത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. അതത് രാഷ്ട്രീയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ആ രാഷ്ട്രീയങ്ങളോട് നമ്മൾ നിശിതമായി തന്നെ ചോദിക്കുക. അവിടെ വാക്തർക്കം ഉണ്ടാകുന്നതിലുണ്ടാവട്ടെ. 1 മണിക്കൂറിന് മുമ്പും ആ 1 മണിക്കൂർ കഴിയുമ്പോഴും ഇവരുമായിട്ടുള്ള ആ ചർച്ചയിലുണ്ടായ യാതൊരുവിധ ചൂടും യാതൊരുവിധ സംഘർഷങ്ങളും ഇല്ല. കാര്യങ്ങൾ സമാധാനവും ശാന്തമായി തന്നെ പോകുന്നു. ഒരൊറ്റ ഗസ്റ്റ് മാത്രമേ അങ്ങനെ ഇപ്പോൾ പിടിതരായിരുന്നുള്ളൂ. എന്താണ് ആ പിണക്കം മാറ്റാൻ ആരെന്ന് പറയുന്നില്ല. ആ പിണക്കം ഞാൻ മാറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.